ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബനാന കേക്ക് ആയാലോ. അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 മുട്ട പൊട്ടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് 3 റോബസ്റ്റ പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത റോബസ്റ്റ പഴം എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ പഴമാണെങ്കിൽ 2 എടുത്താൽ മതിയാകും. ഞാൻ ചെറുതായതുകൊണ്ടാണ് 3 എടുത്തത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫോർക്ക് വെച്ച് നല്ലപോലെ ഇതൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് ചേർക്കാം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ പഴം കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച പഞ്ചസാര മുട്ട മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് സീവ് ചെയ്തെടുക്കാം. ഇതേപോലെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സീവ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു സ്പാറ്റുല വെച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. പതിയെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. അതുപോലെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ ആദ്യം കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ പതിയെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും കറക്റ്റായി കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിന് പകരമായിട്ട് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ഡയറി മിൽക്കോ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചോക്ലേറ്റ്സ് ചേർക്കാവുന്നതാണ്. എന്തോരം ചോക്ലേറ്റ് ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും ഈ കേക്കിന്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചൊന്ന് ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കേക്ക് ബാറ്റർ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു കേക്ക് ബാറ്ററാണ്. ഇങ്ങനെ കേക്ക് ബാറ്റർ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഴയ ചീനച്ചട്ടി ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 30-35 മിനിറ്റിൽ നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റും കൂടി വെച്ച് തുറന്നതാണ്. ഇപ്പം നമുക്ക് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതായിപ്പോൾ നമ്മുടെ അടിപൊളി കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത റോബസ്റ്റ പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ പഴത്തിൻ്റെയും ചോക്ലേറ്റിൻ്റെയും കൂടിയുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്. നമുക്ക് ചൂടാറി കഴിയുമ്പോഴേക്കും ഇതുപോലെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓവനും ബീറ്ററും എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് റോബസ്റ്റ പഴം മേടിക്കുമ്പോൾ ഇതേപോലെ പഴുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു കേക്ക് റെസിപ്പിയാണിത്. കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ് ഈ കേക്കിന്. അപ്പോൾ ഈ ചോക്ലേറ്റ് ബനാന കേക്ക് റെസിപ്പി എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.